നമ്മളിതാ മെട്രോയിൽ പോകുന്ന കേട്ടോ. നമ്മളിത് തുറന്നു. ഇതാണ് റഷ്യൻ മെട്രോ. എവിടെ? അപ്പം നമ്മൾ റഷ്യൻ മെട്രോയിലുള്ളത് എന്താ മോനെ കിടിലൻ സംഭവങ്ങളാണ് കേട്ടോ. റഷ്യൻ മെട്രോ നോക്കി നിങ്ങൾ ഈ ലൈറ്റ്. ഓ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ടർക്കിയിൽ പോയ സമയത്ത് ഇങ്ങനെ തന്നെയാണ്. തുർക്കിയിൽ ഇതുപോലത്തെ മെട്രോ ആണ്. പക്ഷേ ഇതിനേക്കാളും പിന്നെ ഈജിപ്തിലുണ്ട്. പക്ഷേ ഈജിപ്ത് മെട്രോ ഞാൻ പോയിട്ടില്ല. തുർക്കിയിലെ മെട്രോ ഇങ്ങനെ തന്നെ ഭയങ്കര കയറ്റം പോലെയാണ് കാണാൻ. നീല്ലേ നീ കുറച്ച് ഫ്രണ്ടിൽ വന്നാടാ. കുറച്ച് ഫ്രണ്ടിൽ വന്നാ എന്നിട്ടൊരു വീഡിയോ എടുത്തെന്നാ. മുമ്പിൽ പോയിട്ട് എനിക്കൊരു റീല് വീഡിയോ. ആ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിയുവാ. കുറച്ചും കൂടി താഴെ പോന്നാ. ഭയങ്കര അടുത്തായി പോയില്ലേ? ഓക്കെ നമ്മൾ കുറേ ദൂരം പോകുന്നത് പോലെ. അപ്പോൾ ഇതാ റഷ്യൻ മെട്രോയിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെ മുഴുവൻ ഇവർ ഈ പറയുന്ന ഭാഷയിലാട്ടോ എല്ലാം എഴുതി വെച്ചിന്. എന്താ ചെയ്യുക. ഇതാണ് റഷ്യൻ മെട്രോൻ്റെ ഫസ്റ്റ് വ്യൂ. എന്താ ട്രെയിൻ വരണ്ടേ? മെട്രോ കാണ്ടാൾ കണ്ടോ? അപ്പോൾ റഷ്യൻ മെട്രോയിൽ നമ്മൾ കയറി. ഇവിടെ ചെരിയുന്നുണ്ടത്. ഓ ലാസ്റ്റ് സ്ട്രെയിറ്റ് അല്ല ഈ മെട്രോ. വിതിൻഹല നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ ഒരു മെട്രോ ഇനി മാറിക്കയറണം. അപ്പോൾ താഴെയൊരു മെട്രോ ഉണ്ട്, മുകളിലൊരു മെട്രോ ഉണ്ട്. മോസ്കോ മെട്രോ ഏറ്റവും വലിയ മെട്രോ കേട്ടോ. നമ്മൾ കൊച്ചി പോലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന മുംബൈ മെട്രോ പോലെ അങ്ങനെ ഒന്നും രണ്ടോ ഒന്നുമല്ല. ദുബായിൽ നമ്മൾ അങ്ങനെ കുറേ ഒരേ ലൈനിൽ തന്നെ നമ്മൾ മാറി മാറി മെട്രോ കയറിയിട്ടുണ്ട്. അപ്പോൾ മോസ്കോയിലെ രണ്ടാമത്തെ മെട്രോ പിടിക്കേണ്ട പരിപാടിയിൽ നമ്മൾ ലൈൻ 6 ഓറഞ്ച് ലൈൻ. ആ ഇവിടെ ശരിക്കും ഞാനില്ലേ മെട്രോയിൽ കയറൂല, കാരണം രണ്ടും മാറിപ്പോവും. ഞാൻ ആകെ ഓൾ ഇന്ത്യ ട്രിപ്പിന് മെട്രോയിൽ കയറിയ മുംബൈയിലാണ്. അതെൻ്റെ ആദ്യത്തെ അവസാനത്തെയും ഇൻ്റർനാഷണൽ മെട്രോ. പിന്നെ കൊച്ചി മെട്രോ പിന്നെ നമുക്ക് ഒരു ലൈനല്ലേ ഉള്ളൂ, വലിയ ഇടങ്ങാറില്ലല്ലോ. ആ ഓക്കെ ഇതാ കണ്ടോ ഒന്ന് പോകുന്നുണ്ടോ? ഇത് അറിയാത്ത ആൾ പെടും, അറിയുന്ന ആൾ ഇവിടെയെങ്കിലും സ്ഥിരമായി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ റഷ്യയിലെ മെട്രോയിൽ ഇങ്ങനെയാണെങ്കിൽ US അതുപോലെ തന്നെ ന്യൂയോർക്കിൽ എന്തായിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് യൂറോപ്പ് കൺട്രീസ് എല്ലാം. എങ്ങനെ ഭയങ്കര ഡേർട്ടിയാണ്. അമേരിക്കയിലെ ഫുള്ള് മയക്കുമരുന്ന് അടിച്ചിട്ട് എത്ര ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഇതുണ്ട് ഇനി ഇത് പോകുന്നായിക്കോളെ. ആ ഓക്കെ. ഈ കാറിൽ ക്ലച്ചും ഗിയറിൽ മാറി മാറി ചവിട്ടിയിട്ട് ഇതിൽ പോകാൻ എന്താ സുഖം, ഒരു പണിയെടുക്കണ്ട. നമ്മൾ പിടിക്കണം കേട്ടോ ഒരു കൈ കൊണ്ട്, കാരണം നമ്മൾ കുത്തനെ പോകുന്നതുകൊണ്ട്. ഇത് 90 ഡിഗ്രിയിലാണ് കുത്തനെ പോകുന്നത്, ഈ ഹരിഹർ ഫോർട്ടിൽ പോയ പോലെ. താഴേക്ക് നോക്കിയിട്ട് ശരിക്കും പിടിച്ചിട്ടില്ല നമ്മൾ. താഴെ പോലടാ ഒരു ബാക്കോട്ടേക്ക് വലിയുന്ന പോലെ ഇല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ഇതാ ഞാൻ ഇവിടെ കൈ കൊണ്ട് അമർത്തി പിടിച്ചിനാ. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർന്ന് ഖലാസ്, പിന്നെ മയ്യത്തായി. ഇത് മാത്രം ഉണ്ടോന്ന് കാണാൻ. ഇതാ നല്ല 90 ഡിഗ്രി നമ്മൾ കുത്തനെ കയറിയിട്ടാണ് പോകുന്നത്. ഈ പിടുത്തം പിടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ തലകറങ്ങുന്ന ആൾക്കാർക്കല്ല ഇത് ഭയങ്കര പ്രശ്നമാവും. ഇവിടെ മുറുക്കി പിടിക്കുക, അങ്ങനത്തെ ആൾക്കാർ നടക്കുമെന്ന് ഇതിൽ കയറിയാൽ പണി കിട്ടും. കുറച്ച് പ്രായമുള്ള ആൾക്കാരും തീരെ ബാലൻസ് ഇല്ലെങ്കിൽ ഈ മെട്രോയിൽ കയറാൻ പറ്റുമല്ലോ കേട്ടോ. ഓക്കെ ഇനി നമ്മൾ അടുത്ത മെട്രോ മാറിക്കയറുന്നു. പിന്നെ ഈ മെട്രോയിൽ സാധാരണ എല്ലാ രാജ്യത്തും മെട്രോൻ്റെ കാർഡല്ല ഉപയോഗിക്കാം. ഇവിടെ മെട്രോൻ്റെ കാർഡ് ഉപയോഗിക്കാം, ബാങ്കിലെ കാർഡ് ഉപയോഗിക്കാം. എടുത്തു. അപ്പോൾ നേരത്തെ നമ്മളിവിടെ എക്സ്ട്രാ ഇത് കൊടുക്കണ്ടേ നമ്മൾ കയറണമെങ്കിൽ?
ഓക്കെ. അവിടെ എല്ലാത്തിനും നമ്പർ കൊടുത്തിനല്ലേ 38 എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒരു മെട്രോയുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബസ്സിലും പിന്നെ നമ്മൾ മെട്രോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് അടുത്ത മെട്രോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ കയറുവാണെങ്കിൽ നമുക്ക് ഫ്രീയാ? ആഹാ, അതായത് എങ്ങനെ 7 മിനിറ്റ്? 7 മിനിറ്റിനുള്ളിൽ നമ്മൾ ട്രെയിൻ കയറുവാന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഈ മെട്രോ ഇറങ്ങിയിട്ട് വേറെ ട്രെയിന് പോകണമെന്ന് വിചാരിച്ചു, അല്ലെ ബസ്സിന് പോകണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾക്ക് ഫ്രീ ആണ്. ആ 7 മിനിറ്റിനുള്ളിൽ കയറണം. അത് കാർഡ് എടുത്തിട്ടോ? കാർഡ് പിന്നെ സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, പൈസ പോകത്തില്ല. ഓക്കെ. ഓ, ഇതെല്ലാം ഭയങ്കര സംഭവമാണല്ലോ. ശരിക്കും നമ്മളെ നാടും ഇങ്ങനെ നമ്മളെ കൊച്ചി മെട്രോ ഒന്ന് കുറച്ച് ശരിയാക്കി ലൈൻ മാറി കയറുന്നതാണ്ടോ? നമ്മൾ വന്നിട്ട് മേളിലോട്ട് കയറിയിട്ട് വീണ്ടും താഴേക്ക് ലൈൻ മാറി കയറുന്നതാണ്ടോ? എത്ര ലൈൻ പോകുന്നുണ്ടെന്ന് ആലോചിച്ചിരിക്കും ഭൂമിക്കടി കൂടെ. ഓഹോ. എടാ, ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ. അപ്പം പിന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകത ഈ രാജ്യത്ത് കാണാനോ നമുക്ക്. നമ്മൾ കേരളത്തിൽ ഇതുപോലെ കുറേ സംഭവങ്ങൾ, ഇന്ത്യൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൽ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. തന്നെ മോസ്കോയിൽ വരുന്ന എല്ലാവരും മെട്രോയിൽ എപ്പോഴും ഈ ഒരു സൈഡിൽ നിൽക്കാൻ പാടുള്ളൂ. ഒറ്റ സൈഡിൽ ആൾക്കാർക്ക് താഴേക്ക് പോകേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് ചാർജ് ചെയ്യാനുള്ള കേബിൾ വരെ അവിടെ ഉണ്ട്. എല്ലാവരും വർക്ക് അതിന് വന്നുകൊണ്ടുണ്ടോ അതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് ഉള്ളത്. സമയം ഇവിടെ ഇപ്പോൾ 8:30 മണിയായി. അപ്പോൾ ഇതാണ് റഷ്യയിലെ മെട്രോ. നമ്മളിപ്പോൾ ഈ മെട്രോ എന്നാണ് വന്നത് കേട്ടോ. ഈ മെട്രോന് കുറേ പിന്നെ എന്താ പറയുക ചരിത്രങ്ങളുണ്ട്. 1931 മുതലുള്ള മെട്രോ ആണ് ഇതിനെ കൊണ്ട് പറയുന്നത്. ശരിക്കും ഞാൻ നെട്ടിപ്പോയി. കാരണം നമ്മളിപ്പോൾ വന്ന ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഏകദേശം ഒരു 60-70 മീറ്റർ ആണ്. ശരിക്കും നമ്മളിങ്ങനെ 90 ഡിഗ്രിയിലേക്ക് കയറി ഇറങ്ങി. അപ്പോൾ പണ്ട് ഇത് ബങ്കറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇതാണ് വിദിൻഹ എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ട ഒരു പാർക്ക്. പക്ഷേ ഇവിടെ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കേട്ടോ. അതായത് ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് മ്യൂസിക്. വാവ്, അതിൽ കുറച്ച് പൈസ ഇട്ട് കൊടുക്കണ്ടേ? ഇതൊന്നിട്ടോ എടാ. വീഡിയോ 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 ഓക്കെ. അയാൾക്ക് ദേഷ്യം പിടിച്ച വീഡിയോ really good. Yeah. Yeah. New Delhi? No, I don't know. Pakistan? India. No, New Delhi. India. Thank you. Hey! Wow! Thank you. Good, very good. എന്താ മൂപ്പര് ഡാൻസ് ഇത്ര ഏജ് ആയിട്ടും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇത്ര വയസ്സായിട്ടും മൂപ്പര് ഡാൻസ് സംഭവമാണ്. മൂപ്പരെപ്പൊരു പിക്ക് കിട്ടിനാടാ, ഫോട്ടോ കിട്ടീനാ? അത് വേണമെങ്കിൽ യൂട്യൂബ് നട്ടയാ. ഇനിയേതാ ഇതെന്താ ഇതിന്റെ ഒരു പ്രത്യേകത? ഈ സാധനം ഇത് ലോകത്തിൽ ആദ്യമല്ല, റഷ്യ ആദ്യമായിട്ട് വിട്ട റോക്കറ്റിന്റെ സ്മരണയ്ക്ക് വേണ്ടി എടുത്തതാണ് ഈ കാണുന്ന ഇതുണ്ട. ഈ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മോണുമെന്റ്.
ശരിക്കും ഈ ഒരു പാർക്കിൽ വന്ന എന്തൊരു പോസിറ്റീവ് വൈബെന്ന് അറിയാം. ആൾക്കാരിൽ എൻജോയ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുവരണം കേട്ടോ. ഒരു വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊപ്പം ഇരുന്ന് ഇങ്ങനെ പാട്ടെല്ലാം പാടി തുറ പറഞ്ഞ് കേരളത്തിൽ കുറച്ച് മാറ്റമെല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇങ്ങനെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യണം. 24 മണിക്കൂറും പണിയും എടുത്ത് മനുഷ്യന്മാർ ഇങ്ങനെ വെറുതെ പൈസ ഉണ്ടാക്കി, ചില ആൾക്കാർക്ക് പൈസ വരെ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന. മൂപ്പർ ഈ പ്രായത്തിൽ എന്താ ഡാൻസ്, മാഷാല്ലാ. 1961 യൂറി ഗഗാറിനാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്പേസിലേക്ക് പോയ ആള്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി സ്പേസിലേക്ക് പോയ യൂറി ഗഗാറിൻ റഷ്യക്കാരനാണ്. മൂപ്പരെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കാണുന്ന റോക്കറ്റ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്. സംഭവം Добровольцы, возвращаемся на линию, мы начинаем наш суперсмертельный трюк. Поближе, поближе, поближе. Окей, для тех, кто не слышал, только что подошел, я собираюсь сделать невозможное. Я побегу с этой стороны на полной скорости, оттолкнусь об голову этой девочки и сделаю сальто через всех этих людей. Если вы хотите это увидеть, сделайте еще немного шума. Скажи мне честно, ты боишься? Подумай. Окей, твои родители здесь? Родители, поднимите руку, пожалуйста. Это твоя мама, да? Иди прощайся, пока не поздно. Мама, у вас один ребенок в семье. Запасной есть, все в порядке, возвращайся. Милана, иди сюда. Я думаю, ты заслужила немножечко мотивации от всех этих людей. Я не об этом виде мотивации. Вот об этом виде мотивации. Как вам такая идея для него? Держи, Милана, это твое. Прячь себя в карман, чтобы никто не видел. Прячь быстрее, прячь, прячь, прячь. Нет, не давай своей маме за свет и воду ни в коем случае. Договорились? Если нет кармана, я тебе покажу, где у тебя карман. Смотри, запоминай. Возвращайся в линию. Окей. Братан, тебя как зовут еще раз? Андрей. Ты все понимаешь, да?
3 недели назад человек, который стоял здесь, был в оранжевой каске. Он присел, не помогло. Понимаешь, да? Люди, нам нужна некая медицинская страховка для нашей репутации, для нашей свободы и для жизни Андрея. Здесь стоит более 100 человек. Пожалуйста, люди, проявите свою любовь, а не ненависть. Если вы дадите 50 рублей, я все понимаю, это Москва, Россия, жизнь не сахар. Если вы дадите 100, уже лучше. У вас есть работа. Если 200, это вообще супер, вы богатые и добры. Но если вы дадите 500 либо 1000, то сможете забрать любого из этой линии к себе домой. Выбирайте. А теперь поднимите свою купюру вверх над своей головой, вот так, все те, кто готов поддержать нас, наш супер трюк. Эта позиция называется «Статуя свободы». Зависните так на 5-10 секунд. Я просто хочу посмотреть, кто не даст. Вычисляем халявщиков. Леха, Винс, возьмите табличку, идите медленно по кругу. Если у кого-то нет налички, можете сделать перевод по этим карточкам. Я пока что пойду медленно по кругу, никого не пропущу. Спасибо, принцесса. Света и мира твоему храму. ഇവരെ കയ്യില് പൈസ അയക്കാനുള്ള ഇപ്പൊ ഇവിടെ പൈസ ഒന്നുമില്ല ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഫോൺ പേ പോലത്തെ സംഭവം Если у вас нет денег, там сзади посмотрите у переднего ряда в кармане, пока не поздно. Люди, благодаря вам мы делаем наше любимое дело, не отвлекаясь на все бытовые проблемы этой вселенной, этой галактики, этой планеты. Благодаря вам мы возвращаемся на улицы, подобные этой, в Москве либо в других городах. Спасибо, принц, спасибо, родители. И продолжаем нашим любимым делом радовать таких прекрасных людей, как вы. Мы называем это энергетической карма, это ее светлое проявление. Все, что вы делаете с добром в этот мир, обязательно из этого мира с добром к вам возвращается в 5-кратном объеме. У вас растет ребенок на шее богатый, вы знаете об этом? Будьте аккуратны, будьте аккуратны. А также люди, благодаря вам, мы наконец-то реализовали свою мечту. Спасибо за щедрость, братишка, спасибо, родители. Мы наконец-то открыли школу танцев в этом городе для всех желающих. Теперь любой может записаться к нам на обучение. Нашу бабушку делать сальто. Посадим вашего мужа на шпагат за одну ночь примерно, если что, прощайтесь. Обычно со вторым мужем на следующий день приходят, не знаю, откуда они берут его. Доставайте видеоаппараты, ставьте их в режим slow motion, ведь этот трюк еще ни разу не получился. Мы начинаем. Эффект Моисея. Моисей двигал воду, люди сухая, из воды получилась магия, библейская магия здесь. А теперь последний раз создадим ритм, повторяем за мной, ничего сложного. Можно импровизировать за самое лучшее движение, принц. Не подведи, Андрюха. ഇവിടെ ഒരു അമ്മച്ചി ബൊമ്മാച്ചി വെക്കുന്നുണ്ട ബൊമ്മാച്ചി വണ്ടി തൂക്കിയിടാൻ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതെങ്ങനെ മ്യൂസിക്കിന്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയത് യുദ്ധം നടക്കുന്ന രാജ്യത്താണ് ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. എന്ത് റഷ്യ, എന്ത് ഉക്രൈൻ. ശരിക്കും പറഞ്ഞാൽ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുന്ന ആൾക്കാർ യൂറോപ്യൻസ് ആണ്. അതിൽ ഞാൻ ഒരിക്കലും ഏഷ്യൻസിനെ പറയില്ല. നമ്മൾ ഇന്ത്യക്കാർ വെച്ച് നോക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ ആരാണെങ്കിലും നമ്മൾ 24 മണിക്കൂറും പണിയെടുക്കുന്നത്, 24 മണിക്കൂർ പൈസ ഉണ്ടാക്കുന്നത്, പിന്നെ കുറേ മരുന്ന് വാങ്ങി തിന്നുന്നത്, ഹോസ്പിറ്റലിൽ കുറേ കൊടുക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനസിക ആരോഗ്യ വളർച്ച ഉണ്ടോ? ഇല്ല. അപ്പോൾ ലോകത്തിൽ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഫിൻലാൻഡ് അങ്ങനെ ഓരോ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല. ഓരോ അടുത്ത മനുഷ്യന്മാർ ഭയങ്കര ഹാപ്പിയാണെന്നും പറഞ്ഞിട്ട്, പക്ഷേ ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു കണക്കെടുത്താൽ അല്ലെങ്കിൽ ഒരു മലയാളിൻ്റെ കണക്കെടുത്താൽ അവിടെ ഏടിയും നമ്മൾ മുമ്പിലാവില്ല. കാരണം നമുക്ക് ജീവിതം ആസ്വദിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. നമ്മൾ 24 മണിക്കൂറും പൈസ ഉണ്ടാക്കുക, 24 മണിക്കൂറും എന്താ പറയുക കട ഉണ്ടാക്കുക, എന്നിട്ട് കടം വീടുക, അതാണ് നമ്മൾ ചിന്ത. വലിയൊരു വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ താമസിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ വലിയ സംഭവം ഉണ്ടാക്കി നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും
എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയാം, ഈ ലോകത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആയുസിൻ്റെ ഈ കാലയളവിൽ ഒരു ദിവസമെങ്കിലും യൂറോപ്പിനെ പോലെ നിങ്ങൾ ജീവിക്കുക. എന്നാൽ നിങ്ങൾ ഈ ആയുഷ്കാലം മുഴുവനും ഭയങ്കരമായിട്ട് ജീവിച്ചു എന്നുള്ളൊരു തെളിവാണ്. ഇതിപ്പോൾ നോക്കിയാൽ ഈ ഒരു സ്ട്രീറ്റിൽ ആളുകൾ വൈകുന്നേരം വരുന്നു, മ്യൂസിക് ആക്കുന്നു, ആളുകൾ ഇരുന്ന് പാടുന്നു. അതേസമയം നമ്മുടെ നാട്ടിലൊരു പാട്ട് പാടിക്കുന്നുണ്ടെങ്കിൽ പോലീസും കുലുമാലും അപ്പോഴത്തേക്ക് എന്താ ശബ്ദ മലിനീകരണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേൾക്കും. പക്ഷേ ഇതെല്ലാം കൊണ്ടാണ് ഈ നാടും ഈ നാട്ടുകാരെല്ലാം ഇപ്പോഴും ലോകത്തിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ യൂറോപ്യൻസിന് 100% തംസപ്പ് കൊടുക്കുന്നു. ഒട്ടൻ ഒരു 100 രൂപ പൈസാക്കി കൊടുക്കുവേനും ഓൻ ഓണാക്കെങ്കിൽ. ഇതാ ഇവിടെ അടുത്ത ആള് പാടുന്നുണ്ടോ? ആഹാ, അയാളെ ലുക്കെല്ലാം നോക്ക്. തീരെ സൗണ്ട് പോരാ. മറ്റേ ലക്ഷങ്ങളും അല്ല, സ്വർഗത്തിലോ കയ്യിൽ 5 വയസ്സില്ലാണ്ട് എന്തോ. ഇവര് അല്ലെങ്കിൽ അമേരിക്ക എപ്പോഴും അങ്ങനെയാണ്, ആരെങ്കിലും ഒന്ന് പൊന്തിക്കഴിഞ്ഞാൽ അവരെങ്ങനെ. ഈ ലോക പോലീസ് അമേരിക്കാന്ന് ഇവർ ആരാ തീരുമാനിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഈ ലോക പോലീസ് അമേരിക്കാന്ന് ഇവിടെ ആരാ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഈ റഷ്യനെല്ലാം പോയിട്ട് ഇതാക്കേണ്ട കാര്യം എന്താ ഇവർക്കുള്ളത്? ഈ ഇറാഖിൽ എന്താ ആക്കി വെച്ചേ? ഇറാഖ് പോയി കഴിഞ്ഞാൽ കരഞ്ഞ് ഞാൻ അവിടെ നിന്ന 1.5 മാസവും ഞാൻ ഭയങ്കര വിഷമം. അവിടെ ഒരു കുട്ടിക്കും വരത്തേക്ക് ഒരു സ്കൂൾ വരെ പോകേണ്ട അവസ്ഥയില്ല. റോഡ് മുന്നിലെ കുട്ടികളെ ഇറക്കാൻ നിൽക്കുന്ന. കാരണം അന്നും ഇന്നും സദ്ദാം എടുത്ത യൂണിവേഴ്സിറ്റി, സദ്ദാം എടുത്ത കോളേജ്, സദ്ദാം എടുത്ത ഹോസ്പിറ്റൽ, സദ്ദാം എടുത്ത സ്കൂളുകളാണ് ഇപ്പോഴും ഉള്ളത്. ഇവരെന്താ ചെയ്തത്? ഇപ്പം അമേരിക്ക വെച്ച ഒരാൾ അവിടെ ഒരു പേരിന് ഭരിക്കുന്നത്. ഫുൾ കൺട്രോൾ ഇവരാണ്. ഭയങ്കര ഒരു സ്റ്റൈലാണ് കേട്ടോ. നമ്മളെ ഗോപ്രോയിലെ ക്യാമറൻ്റെ ബാറ്ററി പെടുന്ന ഡൗൺ ആയപ്പോൾ ഞാൻ ഫോണിലാണ് ഈ ഒരു വിഷ്വൽസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ടാവും കേട്ടോ. ഇത് പക്ഷെ ഇത് പോസ്റ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് കുറയും. വാ വാട്ടർ ഫൗണ്ടൈൻ നോക്ക് നിങ്ങൾ. ചരിത്രങ്ങൾ ഉറങ്ങുന്ന റഷ്യയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ. ഞാൻ റഷ്യ എടുത്തത് 100% നല്ല തീരുമാനമാണെന്ന് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം നമ്മൾ യാത്ര ചെയ്യേണ്ട ചിലവ് ആലോചിച്ച് വന്നാൽ ശരിക്കും റഷ്യയിൽ ആരും വരില്ല. കാരണം ജോർജിയൻ ബോർഡിൽ നിന്ന് ഇവിടത്തേക്ക് വരണമെങ്കിൽ 2000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുകയും വേണം. അത്രയ്ക്കും എമൗണ്ട് 25,000 ഇങ്ങോട്ടേക്ക് തന്നെ ആയി. പക്ഷേ ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം കാണാണ്ട് നമ്മൾ മരിച്ചു പോയാലുണ്ടല്ലോ, അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും. പിന്നെ വ്ളാഡിമിർ പുടിൻ ഉണ്ടല്ലോ, മൂപ്പരൊരു സംഭവമാണ്. അമേരിക്കൻ്റെ മുന്നിൽ നീ പോടാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മൂപ്പർ ഒറ്റയ്ക്ക് നോക്കണമെങ്കിൽ സംഭവം. അതുപോലെ ഞാൻ നേരത്തെയും പറഞ്ഞേ, ഇറാനും റഷ്യയും ലോകത്തിൽ എന്താ പറയുക നട്ടലുള്ള 2 രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ആയത്തുള്ള ഖൊമേനിയും വ്ളാഡിമിർ പുടിനും നട്ടിലുള്ള 2 ഭരണാധികാരികളാണ് നമുക്ക് എടുത്തു പറയാം. ഇതുണ്ട ഈ കാണുന്ന ഈ ഒരു പ്രതിമൻ്റെ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, ഓരോ പ്രതിമക്കും ഓരോ ഡ്രസ്സ്. നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ പ്രതിമക്കും ഓരോ ഡ്രസ്സാണ്. അത് ഈ മോസ്കോയിലെ എല്ലാ സ്റ്റേറ്റുകളിലെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ ഡ്രസ്സാണ്. അതാണ് ഇവിടെ ഇവർ സ്റ്റാച്ചു ആയിട്ട് വെച്ചിട്ടുള്ളത്. വാവ്, ഇതിപ്പോൾ റിയാദിലെങ്ങാനും പോയ പോലെ ഉണ്ട് കേട്ടോ. റിയാദിൽ ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്ന. ഇവിടെ കണ്ടാവും മ്യൂസിക് ഷോ ഉണ്ട് അങ്ങ് കാണുന്നിടത്ത്. ശരിക്കും ഒരു റിയാദിൽ പോയ അവസ്ഥയാണ്. റിയാദിൽ ഇപ്പോൾ പുതിയ സ്ഥലം വന്നിട്ട് നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിയാദ് വ്ലോഗിൽ ആ സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ സിംഗപ്പൂരിൽ പോകുന്നതിനേക്കാളും മുന്നേ ഫസ്റ്റ് റഷ്യയിൽ നിന്ന് ട്രാവൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാനും നിഷയും ഇന്ന് 2-3 സ്ഥലങ്ങളുണ്ട്, ഒരു 3-4 സ്ഥലങ്ങൾ പോയി കേട്ടോ. അപ്പോൾ നമ്മളെ ഈ UAE ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ ഏറ്റവും എന്താ പറയണ്ടേ, നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എപ്പിസോഡാണ് റഷ്യ. നമ്മളെന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ റഷ്യ വിടും. പക്ഷേ റഷ്യ വിടുമ്പം ഞാൻ മിസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്ഥലം മാത്രമായിരിക്കും കേട്ടോ. റെഡ് സ്ക്വയറോ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റ് ബേസിൽ ചർച്ചോ ഒന്നുമല്ല. ഈ ഈ വിദിൻഹ എന്ന് പറയുന്ന സ്ഥലമായിരിക്കും ഞാൻ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. റഷ്യ, ഐ ലവ് യു, ഐ മിസ് യു.
ഉസ്ബെക്കിസ്ഥാന്, ഹുൽബിസ്ഥാന്, ഹിന്ദുസ്ഥാന്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നാൽ ഈ കാണുന്നെല്ലാം പണ്ട് റഷ്യൻ്റെ ഉള്ളിലുണ്ടായ രാജ്യങ്ങൾ പവലിയൻസ് ആണ്, USSR പണ്ട്. അപ്പം നമ്മൾ തജിക്കിസ്ഥാനും കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും എല്ലാം ഇതിൻ്റെ ഓരോ പവലിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യ ഒന്നും ഇല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലുണ്ടായ രാജ്യങ്ങൾ മാത്രം. ആ തിരിച്ചോ. അനക്കും പൈസ കിട്ടൂലേ പാത്രം വെച്ചാല്? ബൈ ബൈ. റഷ്യൻ സർക്കസ് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? ഇതാണ് മക്കളെ ഒറിജിനൽ റഷ്യൻ സർക്കസ്. ഇതൊക്കെ ആയിട്ട് ക്രെയിനിന്റെ സഹായത്തോടു കൂടിയാണ് അവർ അവിടുന്ന് ഇങ്ങനെ സർക്കസ് കളിക്കുന്നത്. ഓക്കെ, നമ്മളെ നാട്ടിലെന്തെല്ലാം ഞാൻ എന്താ പറയണ്ടേ, ഒരു നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവൂല എന്നാലും പറയണ ആണെങ്കിലുണ്ടല്ലോ, നമ്മളെ നാടിനെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരും. എന്തിനാണെന്നറിയാം, നമ്മളെ മക്കൾ ഇപ്പം ഫുള്ളും ഈ ലഹരിൻ്റെ അടിയിൽ എന്താ പറയുക കഞ്ചാവും MDMA നടക്കുന്ന. ഒന്നാമത് അവർക്കൊരു വണ്ടി പോലും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലൈറ്റ് വെച്ചാൽ MVD, ഒരു ഗ്ലാസ് വെച്ചാൽ MVD, ഒരു ടയർ എന്തിന്, ഒരു മോട്ടോർ ബൈക്ക് ചെറിയൊരു സ്പീഡിൽ ഓടിച്ചാൽ അതിനും MVD. പക്ഷേങ്കിൽ ഈ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ട്, അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കിയിട്ടെ, ഇവിടെയുള്ള ആളുകൾ, ഇവിടുത്തെ കുട്ടികളുടെ ലൈഫാണ് ലൈഫ്. ഇത് നോക്കിയാട്ടെ, ഇത്രയും ആളുകൾ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഇതാ ഫാമിലീസിനെല്ലാം കൂടിയിട്ട് ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അവരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാ ആൾക്കാർക്ക് അവരെ മാനസിക എന്താ പറയണ്ടേ സന്തോഷം ഫ്രീ ആയിട്ട് നടത്തുന്ന ഷോ ആണ് എല്ലാം. ഇതാ ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം അലോ ചെയ്തിന്. ആൾക്കാർ എന്ത് സന്തോഷത്തിലല്ലേ നോക്കിയേ. നമ്മൾ നാടപ്പം ഇങ്ങനെ മാറാൻ നമുക്ക് വേണ്ടേ ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് എല്ലാം. ആ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാച്ച് ടവർ. ഇത് നമ്മൾ ഏകദേശം കുവൈത്തിലെ കുവൈത്ത് ടവർ പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ചിട്ട്? തുർക്കി അല്ല റഷ്യ, ജോർജിയ അല്ല റഷ്യ. തുർക്കിയൊന്നും ഞാൻ വിചാരിക്കുന്നത് റഷ്യ കാണുമ്പോൾ തുർക്കിയൊന്നും ഒന്നുമല്ല കേട്ടോ. തുർക്കിയിൽ ആകെ ഇസ്തംബൂളും ഓട്ടോമൻ്റെ പള്ളികളും മാത്രമേ ഉള്ളൂ. പക്ഷേ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക ആണോ നോർത്ത് അമേരിക്ക ആണോ, ഈ ലോകത്തിലുള്ള 7 ഭൂഖണ്ഡങ്ങളിൽ
അന്റാർട്ടിക്ക ഒഴികെ ബാക്കി 6 ഭൂഖണ്ഡങ്ങളും 5 ഭൂഖണ്ഡങ്ങളും ചേർന്ന ഒരു ഏരിയ ആണ്. വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡം തന്നെ വേണമെങ്കിൽ പറയാം റഷ്യനെ കുറിച്ചിട്ട്. അത്രയ്ക്കും ചരിത്ര സംസ്കാരങ്ങൾ ഉറങ്ങുന്ന ഒരു നാട്, അത്രയും എന്താ പറയണ്ടേ എൻ്റർടൈൻമെൻ്റ് ഉള്ള നാട്. ആളുകൾ എന്നെല്ലാം പറഞ്ഞാൽ അവരെ ലൈഫ് മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു കുഴപ്പവും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മളെ നാട്ടിലും ഇതുപോലത്തെ കുറച്ച്, ഇപ്പോൾ കോഴിക്കോടെല്ലാം നമ്മൾ കാണുന്നുണ്ട് പാട്ടുകളും സ്ട്രീറ്റുകളും സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ അവിടെയും പോലീസെല്ലാം വന്ന് പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തുന്നു. നമ്മളെ നാട്ടിലെ കുട്ടികൾ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെ എല്ലാം ബാക്കിൽ പോകുന്ന. പക്ഷേ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ കുറേ സ്പോർട്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ അവരും എന്തായാലും മാറും. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു റഷ്യൻ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ വരാനുണ്ട്. സന്തോഷ് സാറ് SGK പറഞ്ഞ പോലെ ലോകം കണ്ടു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നമുക്ക് ആ സാധനങ്ങൾ വേണമെന്ന് തോന്നിപ്പോവും. അങ്ങനെ തോന്നിപ്പിച്ച ഒരു രാജ്യമാണ് റഷ്യ. ഇതുണ്ട് ഇപ്പോൾ ഇത്രയും ഏകദേശം 10 കാലമായി ആൾക്കാരെല്ലാം കണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിൽ നിന്ന് തിരിച്ചു പോകുന്ന മെട്രോ ഉണ്ടോ. ഭയങ്കര ദുബായ് ലൈഫെല്ലാം പോലത്തെ ഒരു ലൈഫ്. വാവ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ റഷ്യ. ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് ഒരിക്കലും പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യില്ല. ഭയങ്കര ഒരു അതിൽ തുർക്കിയിൽ ആകെ ഇസ്തംബൂൾ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഭയങ്കര നെഗറ്റീവാണ്. ആയാ ഇല്ല, നമുക്കിതിൽ പോണോ? ഇതിൽ പോണടാ. കുറച്ച് വെള്ളം. പിന്നെ ഇവിടെ എല്ലാം ലിവിങ് ടുഗദറാണ് എല്ലായിടത്തും. ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും, ചെറിയ മക്കൾ വരെ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ആയിരിക്കും. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ജോർജിയയിൽ അങ്ങനെ തന്നെ. ഒരു 20 വയസ്സിലും കഴിഞ്ഞാൽ ആ കുട്ടീനെ ഒരു ഫ്ലാറ്റിലാക്കിയിട്ട് പിന്നെ ഓളമുള്ള ജീവിതം അങ്ങ് പോയി, പാരൻസ് വേറെ, അങ്ങനെയാണ് ഇവിടെ എല്ലാം. പക്ഷേ നമ്മൾ വെച്ചാൽ അങ്ങനെയല്ല, അത് നല്ലത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതാണ്, ആ ഒരു കൾച്ചറാണ് നല്ലത് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നിന്നും പറഞ്ഞാൽ ആരും ബാധ്യത അല്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അല്ലടാ. റഷ്യയിൽ വന്നിട്ട് എടുത്തൊരു പാട്ടിന് 2 സ്റ്റെപ്പ് വെച്ചിട്ടില്ലെങ്കിലേ ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ അപ്പോൾ ഇതാ നിഷ, ഇന്ന് നമ്മൾ ഉച്ചക്ക് തുടങ്ങിയ ഓട്ടമായിരുന്നു കേട്ടോ. അവസാനം നമ്മളിതാ കുറേ സ്ഥലങ്ങൾ കണ്ട്. താങ്ക് യു നിഷ. ഞാൻ ഒന്നാമത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നേരം ഒരാൾ ഞാൻ ഒപ്പരം കൂട്ടലില്ല. കാരണം ഞാൻ എൻ്റെതായ രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിഷ എന്താ പറയണ്ടേ, എൻ്റെതായ സെയിം വൈബുള്ള ഒരാളാണ്. പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ യൂണീക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ന് നിഷൻ്റെ കൂടെ വന്നതുകൊണ്ട് ഞാൻ മെട്രോ കയറി അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നമ്മളെ റഷ്യയിലെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതലും റഷ്യൻ്റെ പുതിയ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ ബൈ.